ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അജിത് പവാർ അന്തരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം വിമാന അപകടത്തിൽ പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വിമാനത്തിൽ 6 പേരാണ് ഉണ്ടായത്. 6 പേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. DGCA ആണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നത്. ഇന്ന് രാവിലെയാണ് അജിത് പവാർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടത്. ബാരാമതിയിൽ ഒരു റാലിയിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടതായിരുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. അദ്ദേഹത്തിന്റെ സഞ്ചരിച്ചിരുന്ന വിമാനം അത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഇടിച്ചിറങ്ങുകയായിരുന്നു ഒരു വയലിലേക്ക്. തുടർന്ന് തീപിടുത്തത്തിൽ പൂർണ്ണമായും വിമാനം കത്തിനശിച്ചു. ഗുരുതരാവസ്ഥയിലാണ് അജിത് പവാർ എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത വന്നിരിക്കുകയാണ്. അജിത് പവാർ NCPയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാണ്. അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീനാഥ്, DGCA സ്ഥിരീകരിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് ആളുകൾ കൂടി, ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടു എന്നത്. തീർച്ചയായും അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. DGCയുടെ പ്രതികരണമായി ഇപ്പോൾ കാണുന്നുണ്ട്. അത് 6 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അജിത് പവാറിന്റെ മരണം കൂടിയാണ് ആ കാര്യത്തിൽ ഇപ്പോൾ DGCയുടെ പ്രതികരണമായി നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ 6 പേരുടെ മരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ എന്ന രാഷ്ട്രീയ അധികായൻ്റെതാണ്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ തട്ടകത്തിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വലിയ അപകടത്തെ നേരിടേണ്ടി വന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഇന്ന് ഈ പകൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് ബാരാമതിയിൽ സംഭവിച്ചത് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് തന്നെയാണ് അജിത് പവാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. NCP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ശരത് പവാർ കഴിഞ്ഞാൽ പിന്നീടുള്ള വാക്ക് യഥാർത്ഥത്തിൽ അജിത് പവാറിൻ്റെത് തന്നെയാണ്. ആ ഒരു അധികാര തർക്കത്തിന്റെ കൂടി പേരിലാണ് ഒരുപക്ഷെ അദ്ദേഹം NCPയിൽ നിന്ന് ഒരു പിളർപ്പ് പോലും ഉണ്ടാക്കിയത് എന്നതാണ് ആ ചരിത്രം. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ശരത് പവാറുമായി ചേർന്ന് രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ച് ഒരു ലയനത്തിലേക്ക് പോലും കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അജിത് പവാർ എന്ന് മനസ്സിലാക്കുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വിമാനം, ചാർട്ടേഡ് വിമാനം, ചെറുവിമാനം അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇന്നലെ മുംബൈയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ഇന്നിപ്പോൾ ബാരാമതിയിലേക്ക് അദ്ദേഹം പോകുന്നു. അവിടെ ഒരു റാലിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു റാലി ഉണ്ടായിരുന്നു എന്നതാണ് അറിയുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയത്, ബാരാമതിയിലേക്ക് പോയത് എന്നറിയുന്നു. അവിടെ ലാൻഡിങ്ങിനിടെയാണ് വിമാനം തകർന്ന് വീണിരിക്കുന്നത്. തകർന്നതിന്റെ കാരണമടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന, രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന റിപ്പോർട്ടുകളായിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം സാധാരണ ഉണ്ടാവുന്ന ആളുകൾ തന്നെ ഇന്നും ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു പൈലറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് 6 പേർ എന്ന ഒരു കണക്ക് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മൃതദേഹങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആരാണ് എന്ന കാര്യമൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനുജ, അതാണ് ദുഃഖകരമായ വാർത്തയാണ്. അജിത് പവാർ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി, വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. അദ്ദേഹത്തിനൊപ്പം ആ വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നത് 6 പേരാണ്. 6 പേരും മരണമടഞ്ഞു. ഗുരുതരമായി പരുക്കേറ്റു എന്നതാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത. പക്ഷേ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം കൂടി അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്, മരണം സംഭവിച്ചിരിക്കുന്നു എന്നത്. ബൽറാം നെടുങ്ങാടിയും വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, ഏവിയേഷൻ മിനിസ്ട്രിയും സ്ഥിരീകരിച്ചിരിക്കുന്നു 6 പേരും മരണമടഞ്ഞു എന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.